ഹലോ ഹായ് നമസ്കാരം. ഗഗനചാരി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിപൊളി ഫിലിമായിരുന്നു. ഒരു സൈഫൈ മൂവിയാണ്, പ്ലസ് ഒരു സർക്കാസ്റ്റിക് കോമഡി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഫിലിമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചാണ്, കാണണം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ അരുൺ ചന്തുവിൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട്, വല എന്നാണ് സിനിമയുടെ പേര്. ഇതും ഒരു സൈഫൈ മൂവിയാണ്. അപ്പോൾ ഈ ഫിലിമിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ഈ ഫിലിമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്നീക്ക് പീക്ക്, ഒരു പ്രെമോ പോലത്തെ ഒരു സാധനം റിലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വല. ഓ, നമ്മുടെ അറിവ് പരിമിതമാണ്, നമുക്കറിയാത്തത് അനന്തവും. അറിവിന്റെ കാര്യത്തിൽ ഇന്ന് നാം നിൽക്കുന്നത് സൗണ്ടാണ്, ദ്വീപിലാണ്. അതിനു ചുറ്റും അനന്തമായ ഒരു സമുദ്രമുണ്ട്. ഇനി വരുന്ന കടമ ഈ ദ്വീപിലേക്ക് കൂടുതൽ കരയെ ചേർക്കുകയും അതുവഴി നമ്മുടെ അറിവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതുമാണ്. മൈ കോസ്മിക് തിരക്കിലാണോ? നല്ല വെയിലുണ്ടപ്പാ, എനിക്ക് പുറത്തേക്ക് പോകണം. താരെ എവിടെയും പോകുന്നില്ല. സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, അരുത്. അത് വെയിലല്ല താര, ഇരുട്ടാണ്. ഡയറക്ടർ ഗഗനചാരി. ന്യൂ കലണ്ടർ ഇയർ 25. 5 വർഷം കഴിഞ്ഞു. എന്താ ന്യൂ കലണ്ടർ ഇയർ? ലോകം അവസാനിച്ചോ? അതുകൊണ്ട് പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. അനാർക്കലി മരക്കാറാണ് മറ്റേ ഗഗനചാരിയിലും ഉണ്ടായിരുന്നത്. എന്തൊക്കെയോ നിഗൂഢതകൾ കാണുന്നുണ്ട്. ഏലിയൻസ് നാട്ടിൽ വന്നോ? സെറ്റിലായിരുന്നു. ഏലിയൻസ് നാട്ടിൽ വന്ന് സെറ്റിലായിരുന്നു തോന്നുന്നു. കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഗഗനചാരിയുടെ സെക്കൻഡ് പാർട്ട് തന്നെ വേണം. കമ്മ്യൂണിക്കേഷൻ, aliens communicating with others. Zombies, oh man. മലയാളത്തിലെ ആദ്യത്തെ സോംബി മൂവിയാണോ? Do you feel the pain? Do you see the rage? Everything reverse. Life is just a maze caught up in the dirt. അനിയാനിൽ ഇൻട്രോ ഞാൻ പറയാം. ഒരു മാസ് കിട്ടണ്ടോ എന്റെ മുഖത്തേക്ക് ഫാൻ അടിക്കുന്നവനാണ് കലിസ്റ്റോ. ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്രാഡ് ലുക്കുള്ളവൻ എന്നെ കൊണ്ട് സ്വാഗിൽ നടന്നു പോണ അവന്റെ സൈഡിൽ നിന്നും ഷോ ഇറക്കുന്നവനാണ് എന്റെ പുറമ്പോക്ക് പ്ലൂട്ടോ. പുറകിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നവൻ റെനോ. പിന്നെ യവനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. പോയിട്ടും ജീവിച്ചിരിക്കുന്ന ഈ സ്വാമികളുടെ ലോകത്ത് ഈ സെറ്റപ്പ് മൊത്തം നടത്തിക്കൊണ്ടുപോകുന്ന ഓൾ ഇൻ ഓൾ പ്രൊഫസർ അമ്പിളി. Welcome back, sir. Thanks. Yes, man. Welcome back, sir. My days feeling Ambo, boli. around every day. Like I made it, I said it. It's parasitic, I get it. It's Here has a new name. They call it Wala. 10 o'clock. What? അവിടെ ഒരു തേങ്ങയും കാണുന്നില്ലല്ലോ. അതല്ലെന്ന് 10 മണിയായി. വൈകിട്ട് ഗ്യാസ് കഴിക്കണം. What the heck, Titan? Remind me to pack you some snacks the next time. Now you see the hope, lighting up the tone. We gon' make it out, we gon' make it known. Bring me the vibe, find me in my zone. It's gon' be my colleague, said I'm not alone. Every day we going out. ഇതുകൊണ്ടൊന്നും തീരും നീ ഒന്ന് വിചാരിക്കണ്ട കേട്ടോ. കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. This reality sucks. വല മോനെ കട്ട വീട്ടിൽ അരുൺ ചന്തു. ആ പേരിലൊരു വ്യക്തി. ഈ
ജനാർദ്ദനൻ തങ്കച്ചന്റെ ക്യാറ്റ് Copy that, His Highness ജനാർദ്ദന്റെ സൗണ്ടുള്ള Megatron. പൂച്ച. ഇറ്റ്സ് വാച്ചിങ് യു. അമ്പോ പൊളി സാധനം, ഒരു രക്ഷയില്ല. നമ്മൾ ഗഗനചാരി കണ്ട് എന്താണ് നമ്മൾ അടുത്തതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, അതിലും ഒരുപടി മുകളിലാണ് പുള്ളി തരാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്. വൻ സംഭവമാണ്. സോംബി ഉണ്ട്, ഏലിയൻസ് ഉണ്ട്, പുതിയ വർഷമാണ് കാണിക്കുന്നത്. ജഗതി ശ്രീകുമാർ, ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ഒരുപാട് പേരുണ്ട്. അനാർക്കലി മരക്കാർ. ഗഗനചാരിലുണ്ടായിരുന്ന പകുതി ആൾക്കാരും ഇതിലുണ്ട്. അപ്പോൾ അതിലെ കിടിലം പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ. അപ്പോൾ ഇതിൽ വരുമ്പോൾ അതിലും അടിപൊളിയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പടം ഇറങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.